ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ ഏവിയേറ്റർ വണ്ടി. നമുക്കത് പെയിൻറ്റിങ് ടെസ്റ്റ് വർക്കും കൂടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ വണ്ടി ഉപയോഗിക്കാണ്ട് കുറേ നാൾ കയറി ഇരുന്നേറുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കംപ്ലയിൻസുകൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് കേബിളുകൾ ടൈറ്റായി പോയിട്ടുണ്ട്. കേബിൾ ഐറ്റംസ് എല്ലാം തന്നെ ഐസൊലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങി. ബാക്കിയത്തെ എല്ലാ കേബിളും തന്നെ ഓൾറെഡി നല്ല ടൈറ്റാണ്. നമ്മൾ വണ്ടി തള്ളിയാൽ പോലും നീങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ടൈറ്റായേക്കാം. അപ്പോൾ ഞാനതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെയാണ് നമുക്കൊരു ഡൗട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളത് അഴിച്ചു നോക്കുന്ന സമയത്ത് ഇത് മൊത്തം തുരുമ്പാണ് അതിൻ്റെ ഉള്ളിലൊക്കെ. ഇതുണ്ട് ഈ ഇവിടെ ബെൽറ്റ് മൂവ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഭാഗമാണ് അതൊക്കെ. ഇവിടെയൊക്കെ മൊത്തം തുരുമ്പായിട്ടുണ്ട്. ഈ വീലിൻ്റെ ഇവിടെയൊക്കെ കണ്ട മൊത്തം തുരുമ്പ് പിടിച്ചേക്കാം. ഇതെന്താ വെച്ചാൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിച്ചാലുള്ള പ്രോബ്ലം. ഇപ്പോൾ തുരുമ്പ് പിടിച്ചേക്കണം കൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് ഓടുമ്പോൾ ഒരു പിടുത്തം വരും. പിടുത്തം വന്നതുകൊണ്ട് തന്നെ സംഭവം വർക്ക് ചെയ്യും, പക്ഷേ ബെൽറ്റ് പറഞ്ഞു തരം കൊണ്ട് തേഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ ഈ പിടുത്തം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും അവിടെ ഒരു ഗ്രിപ്പ് വരുമ്പോൾ ബെൽറ്റ് പെട്ടെന്ന് തേഞ്ഞു പോവുകയും വണ്ടി ബെൽറ്റ് പൊട്ടുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ക്ലച്ചിനകത്ത് ഈ വീലുകൾ നമുക്ക് ഇത് രണ്ട് വീലാണ്, ആ രണ്ട് വീലുകൾ മാറ്റണം, ഈ വീല് മാറ്റിയിടണം. പിന്നെ ബെൻഡെക്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല, അത് ടൈറ്റായി തുരുമ്പിട്ടിട്ട് ടൈറ്റായിട്ടിരിക്കണം. അത് നമുക്ക് എങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്ത് എടുത്താലും നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കോമൺ ആയിട്ട് ഇതാവുന്ന വരും. വണ്ടി ഉപയോഗിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള യൂസ്. ഈ വീലൊക്കെ ആയാലും ഇവിടെയൊക്കെ തുരുമ്പിട്ട് മറ്റേ അലുമിനിയം വീലാണ്, അവിടെയൊക്കെ ക്ലാവ് ഫംഗസ് പിടിച്ചാണ് പോലെ അത് നമ്മൾ ചരണ്ടുമ്പോൾ പൊളിഞ്ഞു വരുന്നത്. അപ്പോൾ ക്ലച്ചിനകത്ത് അത്യാവശ്യം നമുക്ക് മെയിൻ്റനൻസ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് കേബിളുകളെല്ലാം തന്നെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനാണ്. ബ്രേക്ക് കേബിളുകൾ, ചോക്ക് കേബിളൊക്കെ വലിച്ചാൽ കിട്ടാനായിട്ട് നല്ല ടൈറ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ലൂബ്രിക്കേഷനൊക്കെ കൊടുത്തെടുത്താൽ പോലും ഈ പറഞ്ഞ രീതിയിൽ കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പ്രോബ്ലം വരും. അപ്പോൾ നമുക്ക് അഴിച്ച് ചെയ്യണ സമയത്ത് കേബിളൊക്കെ ഐറ്റംസ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണമാണ് ബെറ്റർ. പിന്നെ ഈ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഓയിൽ ലീക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് രണ്ടെണ്ണത്തിൻ്റെ ഓയിൽസിൽ, അതായത് രണ്ട് ഫോർക്കിൻ്റെ ഓയിൽസിലായിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റി കയറ്റാം. പിന്നെ അത്യാവശ്യം കുറച്ച് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സൈഡൊക്കെ ചിളക്ക് ചെറുതുപോലെ. പിന്നെ അഴിക്കണ സമയത്ത് എന്തെങ്കിലുമൊക്കെ വെൽഡിങ്ങിൻ്റെ കേസും ഉണ്ടാവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് പക്ക ബ്ലാക്ക് അല്ല വണ്ടി, മെറ്റാലിക് ബ്ലാക്കാണ്. അപ്പോൾ അത് മെറ്റാലിക്കായിട്ട് അടിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് പെയിൻറ്റിങ്ങിനും അത്യാവശ്യം എമൗണ്ട് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ മെറ്റാലിക് ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടറൊക്കെ അടിക്കുമ്പോൾ ഏകദേശം ഒരു 7 രൂപ 7,500 സാധാരണ രീതിയിൽ അഴിച്ച് ഫുൾ പീസായിട്ട് അടിക്കും കേട്ടോ. അതായത് ചെയ്സ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും അഴിച്ച് പീസായിട്ട് അടിച്ചു വരുമ്പോൾ ആ റേറ്റാണ് വന്നത് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റൊക്കെ ചെറുതായിട്ട് ഫേഡായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി റീസെറ്റ് ചെയ്യണം. ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് തന്നെ മതി, അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്തു. ഹെഡ്ലൈറ്റ് അത്യാവശ്യം ഫേഡായി പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം മെയിൻ്റനൻസുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അത്യാവശ്യം എമൗണ്ട് വരും. പിന്നെ ഞാൻ വേറൊരു ഇത് പറയാൻ കാരണം വെച്ചാൽ നമ്മളിതിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലും ഇതേപോലെയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പോവും. അതല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഉപയോഗിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ CVT ക്ലച്ചിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഓയിലോ കാര്യങ്ങളൊന്നുമില്ല, മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിങ് ചെയ്ത് പോകണം. അപ്പോൾ അത് ഇടയ്ക്ക് നമുക്ക് കറക്റ്റ് സർവീസിനകത്ത് ചെയ്തു പോകാറുണ്ട്. ഇതിപ്പോൾ ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചേക്കണോണ്ട് വന്നേക്കണ മിസ്റ്റേക്കാണ് ഈ സംഭവിച്ചാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത്യാവശ്യം ക്ലിയറായിട്ട് അടിച്ച് വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഇടാം. അത് പക്കാ ഫ്രഷായിട്ട് ഇടാം. അതായത് അഴിച്ച് ഫുൾ പീസാക്കി പുതിയ വണ്ടി ഇറങ്ങുന്ന അതേ ഒരു കണ്ടീഷനിൽ വണ്ടി ഇറങ്ങും. ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് നോക്കാം. എന്നിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാതെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ദിവസമൊക്കെ നോക്കിയിട്ടേ അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. പെർമിഷൻ നമുക്കത് കണ്ടതിന് ശേഷം നോക്കിയിട്ട് പെർമിഷൻ കിട്ടിയാലോ നമ്മൾ ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ. എനിക്ക് ഡൗട്ട് വന്നത് ക്ലച്ചിൻ്റെ ഭാഗമാണ്. ക്ലച്ച് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വണ്ടികൾ കോമൺ ആയിട്ട് കാണുന്ന കംപ്ലയിൻ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലച്ചിൻ്റെ ആ വീലുകളും ആ ബാക്കിയത്തെ ചെയ്ത് വരുമ്പോൾ ഏകദേശം 14,000 രൂപ എടുത്ത് നമുക്ക് അതുമ്പോൾ ചിലവ് തന്നെ ദിവസമാണ് ക്ലച്ചിൽ തന്നെ വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ചിട്ട് നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ട് ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു സജഷൻ പറയുകയാണെങ്കിൽ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും.